നമ്മുടെ അനുമോൾക്ക് ജന്മനാട്ടിൽ വമ്പൻ വരവേൽപ്പ് കിട്ടിയതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ അനുമോള് ബിഗ് ബോസ് ട്രോഫിയുമായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങി. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. ആദ്യമായി അനുമോൾ പോകുന്നത് ആര്യനാട്ടുള്ള അനുമോളുടെ വീട്ടിലാണ്. അവിടെയാണ് അനുമോളുടെ ചേച്ചിയൊക്കെ താമസിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അവിടെയായിരിക്കും ട്രോഫിയുമായിട്ട് പോകുന്നത്. അപ്പോൾ ജന്മനാട്ടിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അനുമോൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാമത്തെ സീസൺ മുതലാണ് ഈ ട്രെൻഡ് തുടങ്ങിയത്. അന്ന് ഡോക്ടർ ജിത് കുമാർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം എയർപോർട്ടിൽ കൊറോണയാണെന്ന് പോലും നോക്കാതെ ഒരു വലിയ ജനാവലി കാത്തിരുന്നു. അതിനുശേഷം സീസൺ 4 നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തായപ്പോഴും അതിലും വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ വരവേറ്റു. പിന്നെ ഇതൊരു ട്രെൻഡായി മാറുകയായിരുന്നു. സീസൺ 5 അഖിൽ മാരാറിന് വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഇല്ലെങ്കിൽ പോലും, അതായത് റോബിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴുള്ള ജനക്കൂട്ടം ഇല്ലെങ്കിൽ പോലും ഘോഷയാത്രയൊക്കെ നടത്തിയാണ് കൊട്ടാരക്കരയിലേക്ക് അഖിൽ മാരാറെ കൊണ്ടുപോയത്. പിന്നെ ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഇല്ലായിരുന്നു. ജിൻഡോ ഈ PR-ൻ്റെ പുറത്ത് ജയിച്ചത് കൊണ്ട് ജിൻഡോ ഡിസേർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് തന്നെ ഭയങ്കരമായ ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ അനുമോൾ ഇപ്പോൾ ജന്മനാട്ടിൽ വന്നിറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള വമ്പിച്ച സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കാര്യം, ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ രണ്ടാമത്തെ ലേഡി മത്സരാർത്ഥിയാണ് വിജയിക്കുന്നത്. ആദ്യം സീസൺ 4 ദിൽഷ വിജയിച്ചെങ്കിൽ പോലും ദിൽഷയ്ക്ക് ട്രോഫിയുമായിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു വരവേൽപ്പോടെ കിട്ടിയിരുന്നില്ല. കാര്യം റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു പേരിലാണല്ലോ അന്ന് പുള്ളിക്കാരി ജയിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അനുമോളുടേതായ രീതിയിൽ തന്നെ നിന്ന് ജയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് അനുമോളെ കാണാനും ആശംസ അറിയിക്കാനും വേണ്ടി എയർപോർട്ടിൽ എത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചിരിക്കുകയാണ്. അനുമോൾ വിജയിയായി ജന്മനാട്ടിൽ എത്തിയിരിക്കുകയാണ്.